ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഡ്രാഗനെ തട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എലൈറ്റർ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ടത്. അതുകൊണ്ട് നമ്മുടെ അയൺ ഫാമൊക്കെ ഫിക്സ് ആക്കി വെച്ചതായിരുന്നു. ഈ അയൺ ഫാം ഞാൻ എത്ര വട്ടം ഫിക്സ് ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെടുത്ത് സ്പോണായിട്ടാണ് അടിച്ചു വന്നത്. ഇത് രണ്ടാമതിരുന്ന് പിന്നെയും പണിയാണ്. അയ്യോ, പണിയാനൊന്നുമില്ല, സോംബിനെ പിടിച്ച് കയറ്റിയാണ്. ഞാൻ തട്ടട്ടെ. ഞാൻ ആ ബ്ലോക്ക് വെച്ചത് പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്ലോക്ക് കൊണ്ട് ഒരു ബ്ലോക്ക് കൂടി മണ്ടയ്ക്ക് വെച്ചിട്ട് അടിയത്തെ ബ്ലോക്ക് പൊട്ടിച്ചോളാം. അതോ ഈ ബ്ലോക്കിനോട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവൂലേ? ഓക്കെ, ഇനി ഒരുത്തിന് ഹെൽമെറ്റ് ഇട്ടിട്ട് നമുക്ക് പറഞ്ഞു വിട്ടാൽ മതി ഇതിൻ്റെ അകത്തോട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ ഒന്നെങ്കിൽ താനൊന്നും കയറില്ല, അതാണ് നമ്മൾ പിടിച്ചോളം പറ്റണം. കുറച്ചങ്ങനെ എതിരായിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് അതിന് കാണേണ്ടതാണ്. അതും കൂടി എടുത്തുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു സ്പോണായിട്ട് പോകും. കുറച്ച് അതിൻ്റെ ആവശ്യം കൊണ്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് അയൺ ഫാം ഒന്നും നല്ലത് വേറെ പണിയണമെന്നുണ്ട്. പക്ഷെ എന്താ അറിയില്ല, എനിക്ക് അയൺ ഫാം ഫിക്സ് ആക്കാനായിട്ട് എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ. അത് നമ്മുടെ ട്രേഡിങ് ഹാളിൽ പോയിട്ട് എനിക്ക് അതിനെന്തോ കൊടുക്കുക. അല്ല, എനിക്കൊന്ന് എലൈറ്റർ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നു. അപ്പോൾ നമ്മളൊരു ക്രീപ്പർ ഫാം പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീപ്ലേയും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തത് മര്യാദയ്ക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ, ഫുള്ളായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിൻ്റെ റീപ്ലേയും കാര്യങ്ങളൊന്നും ഇടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ക്രീപ്പർ ഫാം പണിഞ്ഞ കാര്യം തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിലേ പറയേണ്ടായിരുന്നില്ല. സോറി ഗൈസ്, മറന്നുപോയി. ഇതാണ് നമ്മുടെ ക്രീപ്പർ ഫാം. അതുകൊണ്ട് ഞാൻ നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതുകൊണ്ട് ഈ വെള്ളത്തോടെയാണ് ഞാൻ വലിയ കയറില്ല. ഇപ്പം അതിൻ്റെ മണ്ടയ്ക്ക് കയറേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഫ്രീ ക്യാം ഇട്ട് പറഞ്ഞ് കാണിച്ചു തന്നാൽ പോരെ, ഞാനൊരു മണ്ടനാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ക്രീപ്പർ ഫാം. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് നമ്മളൊരു അതുകൊണ്ട് ഇവിടെയൊക്കെ ഇനിയും ഒരു 2 ലെയറും കൂടി ഉണ്ടാക്കി വെക്കണം. കുറേ ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മുടെ AFK പോയിന്റ്, അവിടെ പോയി നിന്നിട്ട് വേണം AFK നിൽക്കാൻ. അപ്പോൾ നമുക്കതുകൊണ്ട് കുറച്ച് ഇത്ര സാധനങ്ങളുണ്ട്. ഇന്ന് കുറച്ചും കൂടി എടുത്തിട്ട് നമുക്ക് റോക്കറ്റ് കുറച്ചുകൂടെ ക്രാഫ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു എലൈറ്റർ എടുത്ത് വരാം. നമ്മുടെ താഴെ ചത്ത് നമുക്കിനി മറ്റേ എന്തോന്ന് ചെയ്യുന്നത്, എൻഡ് ഗേറ്റോ മറ്റേ ആ പോർട്ടൽ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലോട്ട് ചാടിയലിന് കയറുന്നതുകൊണ്ട് ആ സൈഡിലായിട്ടാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെന്തേലും സ്പോൺ ആവില്ല, അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ ചാടി തൊട്ടടുത്ത് തന്നെ ഒരു എൻഡ് സിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ആവശ്യമുള്ളൂ. നമുക്ക് ഫുഡ് കുറച്ചുള്ളൂ. ഫുഡ് എടുത്ത് ഞാൻ കുറച്ച് പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പില്ലർ ചെയ്ത് മണ്ടയ്ക്ക് കയറിയിട്ട് ഇവിടെ കുറച്ച് ബ്ലോക്ക് വയ്ക്കാം. മറ്റേ നമ്മൾ താഴെ ഒന്ന് സ്പോൺ. ഇവിടെ പിന്നെ ഓയിഡൊന്നും അല്ലല്ലോ എടുക്കുക, ഒരു വിഷയമില്ല. എന്നാലും നമുക്കൊരു സേഫ്റ്റിക്ക് പുറത്ത് വെച്ചേക്കാം. തിരിച്ചു വരുന്ന നേരത്തെ പിന്നെ മണ്ടയ്ക്ക് തന്നെ ലാൻഡ് ചെയ്താൽ പോരെ. കുറച്ച് നമുക്ക് ഇനി നമുക്ക് ഇവിടെ 3-4 ബ്ലോക്ക് അടിക്ക് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് എൻ്റർപേൾ എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാം. എൻ്റർപേൾ തന്നെ വേണമെന്നില്ല, നമുക്കൊരു ട്രാപ്പ് ഡോർ ഇട്ടിട്ടുണ്ടെങ്കിൽ ട്രാപ്പ് ഡോർ വെച്ചിട്ട് ഇറങ്ങട്ടോ. ഇറക്കിയിൽ അറിയില്ല തന്നെ പറഞ്ഞിട്ട് ട്രാപ്പ് ഡോർ കൂടെ ചടച്ചാൽ മതി. നമ്മളിങ്ങനെ കിടന്ന് പോവാം. നമ്മുടെ കയ്യിൽ എൻ്റർപേൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനം സെറ്റാക്കാം. ഇത് പൊട്ടിച്ച് കയ്യിലെടുക്കട്ടെ. തൊട്ടടുത്ത് തന്നെ ഒരു എൻഡ് സിറ്റീൻ്റെ ഉള്ളിൽ പോയി സ്പോണായിരുന്നെങ്കിൽ ഓക്കെ, അടിപൊളി. നമുക്ക് കുറച്ച് റെൻഡർ കൂട്ടിയിട്ട് നോക്കേണ്ടി വരും മിക്കവാറും. കുറച്ച് റെൻഡർ കൂട്ടിയിട്ട് നോക്കാം. ഫുള്ളായിട്ട് 32 അങ്ങനെ നടന്നോട്ടല്ലേ എന്തായാലും നല്ലത്. ഓക്കെ, നമുക്ക് വലിയ ലാഭം കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യേണ്ടതല്ല. അടിപൊളി. ഷിഫ്റ്റിനുള്ളത് ലോഡാവുന്നതാണോ അതോ ഒന്നും ഇല്ലാത്തതാണോ? കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, സ്ക്രീൻഷോട്ട് അടിക്കാൻ. അതുകൊണ്ട് അടുത്ത് തന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അധികം ദൂരമൊന്നും പോയിട്ടില്ല, ഒന്ന് നീങ്ങിയിട്ട് ഉറപ്പാണ് ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത് തന്നെ ഒരു ഇൻഡിസിറ്റി കാണുമെന്ന് ഞാൻ പറഞ്ഞു, കണ്ടു. പക്ഷെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. കൂടെ ഇറങ്ങാൻ പറ്റും, ഇതിൽ കൂടെ ഇറങ്ങാം. അവിടെ നിന്ന് ഷിപ്പില്ല എന്ന് മാത്രം പറയരുത്. എനിക്കെപ്പോഴും അങ്ങനെയാണ്, എൻഡ് സിറ്റി കിട്ടും പക്ഷെ ഷിപ്പുള്ള എൻഡ് സിറ്റി ആവാനുള്ള ചാൻസ് കുറവാണ്.
ഇതിൽ ഷിപ്പ് ഉണ്ടാവേണ്ടതാണ്. അത്യാവശ്യം വലിയൊരു എൻ്റെ സിറ്റി തന്നെയാണ്. ഓക്കെ, സിറ്റിക്കകത്തോട്ടൊന്നും ഞാൻ കയറാൻ ഒരു ഇത് കാണിക്കണില്ല. ഒരു ഷിപ്പില്ലേ? നോ, ഷിപ്പ് കാണാനില്ല ഗൈസ്. അടിപൊളി തേനി. ആ സൈഡ് എങ്ങാനുണ്ടോ? നമുക്ക് റണ്ടർ ഡിസ്റ്റൻസ് അതിൽ ഇത്ര ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഷിപ്പ് ഇറങ്ങി കാണാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് ഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ കണ്ടിരുന്നു. ഒരു കാര്യം കേട്ടോ, താഴെ രണ്ടുപേരും നിൽക്കൂലേ? അവന്മാർ രണ്ടുപേരെയും തട്ടിയിട്ട് ഷെല്ലൊപ്പിക്കാൻ പറ്റുമോ? നോക്കട്ടെ. 2 ഷെല്ലൊപ്പിച്ചിട്ട് കൊടുന്നാണ്ട് പോയാൽ പോലെ. ഇതിൽ പിന്നെ ലൂട്ടിങ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഷെല്ല് കിട്ടും. ചത്തില്ലേ? അവിടെ ടെലിപ്പോർട്ടായി. അതുകൊണ്ട് ഗൈസ് നമ്മൾ കുറേ ദൂരമായിട്ട് നടക്കുന്നു. ഷെയ്ഡർ ഓഫ് ചെയ്യാം. നമ്മളതുകൊണ്ട് കുറേ നേരം നടന്നു. അങ്ങോട്ട് കുറച്ച് നടന്ന് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന്. ഇത് നമ്മുടെ മറ്റേ ഫസ്റ്റ് കണ്ട എൻ്റെ സിറ്റി തന്നെയാണ്. നമുക്ക് വേറൊരു വഴി നോക്കണം. അയ്യോ, ഇനി ബ്ലോക്ക് വെച്ച് തന്നെ നമ്മൾ കൊണ്ടുവരും മിക്കവാറും. അടിപൊളി. പറഞ്ഞ പോലെ നമ്മളത് ബ്ലോക്കും വെച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞ്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. കാരണം താഴത്തോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കുറേ ദൂരമായിരുന്നു. ഇനി എൻട്രപ്പുകൾ അറിയല്ലേ എത്തും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കൂളായിട്ട് എത്തി. ഇതൊക്കെ എന്ത്? എടാ, എൻ്റെ കണ്ണിൻ്റെ വല്ല പ്രശ്നമാണോ അത് നിങ്ങൾക്ക് കാണുമ്പോഴും തോന്നുന്നുണ്ടോ? ഈ കളർ ഇടയ്ക്കിടയ്ക്ക് മാറി കളിക്കണ കണ്ണടിച്ച് പോയെന്ന് തോന്നണ്. എന്തോ പ്രശ്നമുണ്ട്. എടാ, ഇവിടെ അടുത്തൊരു എൻ്റെ സിറ്റി പോലും വേറെ അല്ലേ? ഷിപ്പുള്ള എൻ്റെ സിറ്റി എന്ന് പറയണം. അതാവും ചിലപ്പോൾ നമുക്ക് എൻ്റെ സിറ്റി വന്നത്. നമുക്കൊരു പിന്നെയും കുറേ നേരം ഗൈസ്, ഇത് സീനാണ്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല ലോകം കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അടുത്തൊന്നും ഒരു എൻ്റെ സിറ്റി പോലും കാണാൻ പറ്റണില്ല. നമ്മൾ 32 ചങ്കൊക്കെ ഇട്ടിട്ടും നമ്മുടെ അടുത്ത് ഒരു സിറ്റി പോലും ഞാൻ ഇതുവരെ കണ്ടില്ല. അതുകൊണ്ട് അല്ലാണ്ട് ദൂരത്തുള്ളതൊക്കെ കാണണ്ടല്ലേ. ഷിപ്പ്, ഒരു ഷിപ്പ് ഞാൻ കണ്ടു. എവിടെ? വാ. ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതിന് വരെ ലോക്കാക്കിയിട്ടതായിരുന്നു. നമ്മളുകൊണ്ട് എൻ്റെ സിറ്റീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എത്ര നേരമായി എന്നറിയും. കുറേ നേരം. റണ്ടർ കുറച്ചിട്ടപ്പോൾ ഇപ്പോൾ കാണാനും ഇല്ല കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഫോഗ് കൂടി കിടക്കുന്നില്ല. അതുകൊണ്ട് ഷിപ്പ് ഇത്രയും ഹൈറ്റിലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലത്തെ മണ്ടത്തര ഇപ്രാവശ്യം കാണിക്കുന്നില്ല. കഴിഞ്ഞ സീരീസിൽ ഒരു എലക്ട്ര എടുക്കാൻ വന്ന വീഡിയോ കണ്ടവർക്കറിയാം. അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ബ്ലോക്ക് വെച്ച് മണ്ടയ്ക്ക് കയറിയിട്ട്. ഇപ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവന്മാരാണ് ചൊറ. ഇവന്മാർ നമുക്ക് ഇതേപോലെ തുപ്പും. അത് കൊണ്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ പാറും. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാം. പക്ഷെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ അവന്മാർ നമ്മുടെ അടുത്ത് എയർ കയറ്റും. അതായത് ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ ബുദ്ധിപരമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അതുകൊണ്ട് ഇവിടെ കൂടെ പോയി കഴിഞ്ഞാൽ എന്തായാലും അവന്മാരുടെ അടുത്തിട്ട് പെരുമാറും. നേരെ താഴെ അടിപൊളി. നമുക്ക് തന്നെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു കൂടെ തന്നെ ഫില്ലർ ചെയ്ത് അത് ഇതിനെ ചാരി പോകാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് കൊണ്ടിരിക്കുന്ന ഷിപ്പ് ഈ സൈഡിൽ കൂടെ എങ്ങനെ നൈസായിട്ട് കയറില്ലേ. അതാവുമ്പോൾ അവന്മാരെ തൊള്ളേക്കൊന്നും ചാടും വേണ്ട. നമുക്ക് അവന്മാരെ അടി കൊള്ളാതെ തന്നെ എത്തും ചെയ്യാം. ഇനി വീഴാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ക്ലച്ച് ചെയ്ത് പിടിക്കാൻ പറ്റുമോ നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. അതല്ലേ അതിൻ്റെ ഒരു ഹീറോയിസം. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി ഇവിടെ
ഒരു 2 പേര് നിൽക്കുന്നുണ്ടാവും. ഇവിടെ ഈ കയറുന്നോടത്ത് ഒറ്റം ചിലപ്പോൾ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് അവിടെ നിന്ന് തുപ്പണ് ഓൾറെഡി അടി വരുന്നത്. ഇതൊക്കെ എവിടെ നിന്നാണ് ഇവിടെ ഒരുത്തല്ലേ വന്നപ്പോഴേക്ക് ഉള്ളിൽ കയറിപ്പോയില്ലേ? കൊള്ളാടാ കൊള്ളാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ കയറാൻ നോക്കാം. ഓക്കെ ഇവിടെ നിന്ന് വെച്ചിട്ട് കയറാൻ പറ്റും? ഇല്ല. നമുക്ക് ഇവിടെ പൊട്ടിച്ച് കയറിയാലോ? അതുകൊണ്ട് ഇവിടെ എടുത്താൽ ഈ സൈഡിലാണ് നോക്കാനും പറ്റുന്നില്ലല്ലോ. ഈ സൈഡിൽ തന്നെ ഇല്ല ഷിപ്പ് ഞാൻ കണ്ടത്. ഇവിടെ നോക്കട്ടെ, ഇവിടെ ഇറങ്ങാം. ഓക്കെ അതുകൊണ്ട് അവിടെയാണ് ഷിപ്പ് ഇരിക്കുന്നത്. ഇവന്മാര് തലങ്ങും വിലങ്ങും തുപ്പാണ്. ആദ്യമുണ്ട് നമുക്ക് ബ്ലോക്ക് വെച്ചിട്ട് പോവാം. കുറച്ച് ബ്ലോക്ക് നമ്മുടെ എഫക്റ്റ് ഇപ്പം തീർന്നു. അതുകൊണ്ട് ഇനി അതിൻ്റെ വണ്ടയ്ക്ക് കയറിയിട്ട് അവിടെ നിന്ന് വേണ്ടി ക്ലിയർ ചെയ്ത് പോയാലും മതിയില്ലേ? അത് മണ്ടത്തരാവോ? അത് മുകളിൽ വെക്കുന്ന നിന്ന് തുപ്പണ്. അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാലോ? ഇപ്പോൾ എനിക്ക് തോന്നുമ്പോൾ സൗണ്ട് ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം എൻഡർമാൻ്റെ സൗണ്ട് എന്നിട്ടും കയറായിരുന്നില്ലേ? അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് വെച്ച് അങ്ങോട്ട് ചാടാം. സേഫ് ലാൻഡ് അടിപൊളി. ഇവിടെ തീർത്ത് കഴിഞ്ഞാൽ ഉണ്ട് ഇവിടെ നിന്ന് ഒരു ഷെല്ലും കൂടി കിട്ടി. നമുക്ക് ഷെല്ലും കളക്ട് ചെയ്യണം അതിൻ്റെ കൂടെ. അയ്യോ എന്തോന്നു അവൻ പോയി. അവൻ ടെലിപ്പോർട്ടായി. ഇതിൻ്റെ മണ്ടയ്ക്ക് ചെസ്റ്റ് വന്നിരുന്നല്ലോ. ഓ ഇത് പിന്നെ അതുപോലത്തെ ഒരു ഏരിയയാണ്. നമ്മൾ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി ആയിരിക്കും. എന്ത് ചെയ്യും? കൊണ്ടുവരുത്തൻ ദൈവമായി അത് താഴെ പോയി. നന്നായിട്ട് താഴെ പോയി. നമുക്ക് നൈസായിട്ടേ ഇവിടുന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഷിപ്പ് അതുകൊണ്ട് ഷിപ്പ് ഈ സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ നേരത്തെ കാണിച്ച പോലെ പില്ലർ ചെയ്ത് മണ്ടയ്ക്ക് കയറാം. പില്ലർ ചെയ്ത് മണ്ടയ്ക്ക് കയറിയിട്ട് നമുക്ക് ഷിപ്പിക്ക് എത്തും. അവന്മാരെ അടിക്കും. അടി എന്തായാലും പോകും. കാരണം ഷിപ്പിൽ നിന്ന് ഒരു അടി വരും, അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ വേറൊരു അടി വരും. അപ്പോൾ നമുക്കൊരടി കൊണ്ട് പറക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രയും കാര്യം. പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്കും ഇവിടെ നിന്ന് ഉറപ്പിക്കേണ്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് നോക്കാം. നമുക്ക് മാക്സിമം ബ്ലോക്ക് വെച്ചിട്ട് തന്നെ കയറാൻ നോക്കാം. മറ്റേത് ചിലപ്പോൾ പറന്നെങ്ങാനും ഇവൻ്റെ അടി കൊണ്ട് പറന്ന് വിശ്വസിക്കാൻ പറ്റൂല. ചിലപ്പോൾ എപ്പോഴാണ് തീരുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ സീനാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് അത്രയും ബ്ലോക്ക് അങ്ങോട്ട് പോകാണ്ട് ഇവിടെ ആരുമില്ല. അപ്പോൾ നമുക്ക് ബ്ലോക്ക് വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാം. കയ്യിൽ ബ്ലോക്കും കുറവാണ്. അടിപൊളി. എത്തുമെന്ന് അറിയില്ല. റൈറ്റ് കരോ നമ്മളങ്ങനെ എലൈറ്റ് ട്രെയിനിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഓക്കെ ബ്ലോക്ക് കഴിഞ്ഞ് അടിപൊളി. കയ്യിൽ വേറെ ബ്ലോക്ക് ചെയ്താണത്. കിട്ടണ ബ്ലോക്ക് എടുത്ത് വയ്ക്കാവുന്നൊരു വിഷയമല്ല. അടിച്ച് താങ്ക് യു ബ്രോ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചില ടൈമിൽ ഇത് ഉപകാരമായിരിക്കും. ഇവനെ തീർത്തിന് നേരെ ഉള്ളിലോട്ട് കയറാം. ഇനി നമുക്ക് നേരെ പോയി ഇവനെയും തീർത്തിട്ട് നമുക്ക് നമ്മുടെ എലിവേറ്റർ എടുക്കാം. ടെലിപ്പോർട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് ആർമറൊക്കെ അടിപൊളി. ആർമർ കിട്ടി നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡയമണ്ട് ഇരിക്കണേ, അതും കിട്ടി. ഓക്കെ ഇനി ഇതിൻ്റെ ഉള്ളിൽ വേണ്ട. അയ്യോ ഇത് വേണം, എലക്ട്രോ ആണോ? അതുകൊണ്ട് ഇതും പൊട്ടിച്ചെടുക്കാം. ഓക്കെ നമ്മളപ്പോൾ എലക്ട്രോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഫൈനലി. ഇത് നമുക്ക് എലക്ട്രോ ഇട്ട് പറക്കാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമുക്ക് അൺബ്രേക്കിങ്ങും വെൻഡിങ്ങും ഒക്കെ ആഡ് ചെയ്യണമല്ലോ. അല്ലാതെ നമ്മുടെ എലക്ട്രോ പൊട്ടിപ്പോവും. അപ്പോൾ അതെന്തായാലും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അത് നമുക്ക് മേടിക്കണമില്ല. ജസ്റ്റ് നിന്ന് മേടിച്ചിട്ട് ഞാൻ ബേസിൽ നിന്ന് ഇട്ടുകൊണ്ട് എന്നിട്ട് ഞാൻ വെൻഡ് ചെയ്ത് എടുത്തോളൂ. അതൊരു വിഷയമല്ല. നമുക്കൊരു XP ഫാം ഇല്ല, പക്ഷേ 2 ഷെൽക്ക് ബോക്സും ക്രാഫ്റ്റ് ചെയ്ത്
നമുക്ക് എക്സ് പി ഫാം ഇല്ല, നമുക്കൊരു എക്സ് പി ഫാം പണിയണം. നമുക്ക് ക്രീപ്പർ ഫാം ഞാൻ എക്സ് പി ഫാം ആക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല, നടപടിയായില്ല. ഇതിന് ഞാൻ പോക്കറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് റെഡ് കളറൊക്കെ അടിച്ചിട്ട് പോക്കറ്റിനുള്ള പെട്ടി മാത്രമാക്കണം. പിന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഐറ്റംസ് ഒക്കെയുള്ളൊരു സിസ്റ്റം ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ഈ സിറ്റി ഒന്ന് റൈഡ് ചെയ്യട്ടെ. നിങ്ങൾ എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു റൈഡ് ഫാം പണിയുന്നതിൻ്റെ ഒരു റീപ്ലൈ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആ ഒരു റീപ്ലൈ കണ്ടിട്ടോ. ഈ ഡ്രാഗൻ്റെ എഗ്ഗും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലോട്ട്, സോറി എഗ്ഗല്ല ഹെഡ്, അപ്പോൾ ഹെഡും കൂടി എടുത്ത് നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാൻ. ഈ ഒരു സിറ്റി മാത്രം വർക്കിലോട്ട് ചെയ്യാൻ നിന്നിട്ടുള്ളൂ, അത് വർക്കിലോട്ട് ചെയ്തിട്ടൊന്നുമില്ല. പോർട്ടൽ കണ്ടുപിടിക്കണം. നമ്മുടെ വന്ന് പോർട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പറന്ന് തന്നെ അങ്ങനെ കയറാൻ പറ്റുമോ നോക്കട്ടോ. നേരെ പറന്ന് കയറാം, കറക്റ്റായിട്ട് തന്നെ പോകൂലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിലെത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ റൈഡ് ഫാം പണിയുന്നതിൻ്റെ റീപ്ലൈ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റൈഡ് ഫാം ഏതായാലും ഞാൻ അടുത്ത എപ്പിസോഡിൽ പോയിട്ട് കാണിച്ചു തരാം. എത്ര പോർട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഞാനെന്തായാലും പോയിട്ട് ഇതിൽ അൺബ്രേക്കിംഗ് മെൻറ്റിങ് ആഡ് ആയിട്ട്, അതാണ് നമ്മുടെ എലൈറ്റർ പൊട്ടി, അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം.